എപ്പോഴും പ്രാർത്ഥനയാണ്. മദിയനിലെത്തി നോക്കുമ്പോൾ അവിടെ ആരോ സ്വീകരിക്കാണ്ടോ? ആരുമില്ല, തളർന്ന അവശനായിരിക്കുകയാണ്. അപ്പോഴാണ് കാണുന്നത് മദിയനിൽ ഒരു കിണറ്റിൻ്റെ ചുറ്റുഭാഗത്തും തടിമാടന്മാരായ മല്ലന്മാരായ കുറേ ആണുങ്ങൾ അവരുടേതായ കാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്നു. ഇപ്പുറത്ത് 2 പെണ്ണുങ്ങൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്നു. ഈ മല്ലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ആവതില്ലാതെ ശേഷിയില്ലാതെ അബലകളും ദുർബലകളുമായ ഈ പാവം പെണ്ണുങ്ങളിങ്ങനെ ആരും സഹായത്തിനില്ലാതെ ഒരു ഭാഗത്ത് മാറി നിസ്സഹായതയോടെ നിൽക്കുന്ന കാഴ്ചയാണ് ആര് കാണുന്നത്? മൂസാ അലൈഹിസ്സലാം. മൂസാ നബി എന്നെ തളർന്നിരിക്കുകയാണ്, യാത്രാക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും എന്താണ്, ഒരു നന്മ ചെയ്യാൻ കിട്ടുന്നൊരവസരം ഉപയോഗപ്പെടുത്തി നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. ആ സ്ത്രീകൾക്ക് വേണ്ടി ആ ജനക്കൂട്ടത്തെ അകഞ്ഞു മാറ്റി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. അവർക്ക് വലിയൊരു പുണ്യകർമ്മം, ഒരു നന്മ അവർക്ക് വേണ്ടിയാണ് ചെയ്തു കൊടുത്തു. അപ്പോഴും പ്രാർത്ഥന നോക്കി നിങ്ങൾ. അതാ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ വിജയം. അതെന്തിനാ നമ്മളോട് പറയുന്നത്? ദുആ തന്നെയാണ് നമുക്കെല്ലാം. ദുആ തന്നെയാണ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ അഭയവും ആയുധവും എന്ന് പറയാനാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നോടും നിങ്ങളോടും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഈ പുണ്യകർമ്മമാണ് ചെയ്തു. ഈ പെൺകുട്ടികൾക്ക് വെള്ളം കുടിപ്പിക്കാൻ കൊടുത്തു. എന്നിട്ട് അവരിൽ നിന്ന് ഒരു താങ്ക്സ് പോലും പ്രതീക്ഷിച്ചില്ല. ഖുർആൻ എന്താ പറയുന്നത്? ഫസഖാലഹുമാ, അവർക്ക് ആ പ്രയാസം സഹിച്ചുകൊണ്ട് ആ കിണറ്റിൽ നിന്ന് അവരോടൊക്കെ തിക്കി മാറ്റി വെള്ളമാണ് കൊടുത്തു. വേറൊന്നും സംസാരിച്ചില്ല. നിങ്ങൾ എവിടുന്നാ എന്താ അവ കുട്ടികളോട് ചോദിച്ചില്ല. ഫസഖാലഹുമാ, ഉടനെ ഖുർആൻ പറയുന്നത് എന്താ? സുമ്മ തവല്ലാ ഇലൽ. ആ കുട്ടികൾക്ക് അതൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ട് ഒരു തണലുള്ള ഭാഗം തെരഞ്ഞു പോയിട്ട് അവിടെ ഇരുന്നു. തളർന്ന അവശനായി ഇരുന്നപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫതവല്ലാ ഇലൽ. എന്താ പ്രാർത്ഥിച്ചത്? റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. എൻ്റെ രക്ഷിതാവേ, നിന്റെ ഭാഗത്ത് നിന്ന് നീ എനിക്ക് എന്തെങ്കിലും ഒരു ഖൈറ് നീ തരുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിന് ആവശ്യക്കാരനാണ്. റബ്ബി ഇന്നി ലിമാ അൻസൽത മിൻ ഖൈരിൻ ഫഖീർ. എന്തൊരു ഖൈറാണോ നീ തരുന്നത്, എനിക്ക് ഇപ്പോൾ ആവശ്യമുള്ള നേരാണ് റബ്ബേ, നീ എന്നെ സഹായിക്കണം. അവിടെ ഇരിക്കണം. വരമ്പത്ത് നിന്ന് റബ്ബ് കൂലിയും കൊടുക്കണം. അങ്ങനെ തളർന്ന അവശനായി അദ്ദേഹം ഇരിക്കുന്ന നേരത്താണ് എന്ത് ചെയ്യുന്നത്? ഈ കുട്ടികൾ ഈ വെള്ളം കൊണ്ട് വാപ്പൻ്റെ അടുത്ത് പോകുന്നു. അവിടെ പോയിട്ട് വിവരം പറയുന്നു. രാജ്യത്തെത്തി. മൂസാ അലൈഹി സ്വലാമിന് ഇനി അഭയകേന്ദ്രം കിട്ടാൻ പോവുകയാണ്, റിസ്ക് കിട്ടാൻ പോവുകയാണ്, ജോലി കിട്ടാൻ പോവുകയാണ്, ഇണയെ കിട്ടാൻ പോവുകയാണ്. ഒക്കെ അവിടുന്ന് നടക്കുക. എന്താ ഈ നിഅമത്തുകളുടെയൊക്കെ മുന്നോടിയായിട്ടുണ്ടായത്? 3 പ്രാർത്ഥനകൾ. വേറൊന്നും ഉണ്ടായിട്ടില്ല. 3 പ്രാർത്ഥനകൾ, തവക്കുലോടെയുള്ള 3 പ്രാർത്ഥനകൾ. മൂസാ അലൈഹി സ്വലാം അവിടെ എത്തി. അവിടെ ശുഐബ് എന്ന് പറയുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ അവിടെ മദിയനുണ്ടായിരുന്ന വ്യക്തി ശുഐബ് അലൈഹിസ്സലാമായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ചരിത്രപരമായ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ അതൊരിക്കലും മദിയനിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനായ ആരല്ല, ശുഐബ് അലൈഹിസ്സലാം അല്ല. വൈലാ മദിയന അഖാഹും ശുഐബ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ശുഐബ് അലൈഹിസ്സലാം അല്ല മൂസാ നബിയുടെ അമ്മോശൻ. കാരണം മൂസാ അലൈഹിസ്സലാമിൻ്റെയും ശുഐബ് എന്ന് പറയുന്ന ഈ പ്രവാചകന്റെയും ഇടക്ക് 300-ലേറെ കൊല്ലങ്ങളുടെ വ്യത്യാസം ഉണ്ട് എന്നാണ്. അപ്പം അത് ശുഐബ് എന്ന പേരുള്ള മദിയൻ നിവാസിയായ വേറെ ഒരു സ്വാലിഹായ വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായമായി ആധുനികരായ പണ്ഡിതന്മാരും പൂർവികരും പലരും തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ചില ആൾക്കാർ അത് ശുഐബ് നബി അലൈഹി സ്വലാമാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ആധുനികരായ പണ്ഡിതന്മാർ മുഹമ്മദ് സാലിഹ് ഉസൈമീൻ അദ്ദേഹത്തെ പോലെയുള്ള പല പണ്ഡിതന്മാരും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. എന്തായിരുന്നാലും ആ മദിയനിൽ നിന്നാണ് പിന്നീട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വിവാഹം അവിടുന്ന് കഴിക്കുന്നു. അങ്ങനെ മഹർ എന്താണ്? ആ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം തൊഴിലെടുക്കലാണ്. 10 വർഷം പൂർത്തിയാക്കി അവിടുന്ന് പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടുള്ള മടക്കാണ് ഇപ്പോൾ. അതിനപ്പം ഞാൻ അത് പറഞ്ഞത്. അങ്ങനെ മദിയനിലെ 10 വർഷത്തെ മഹറിന് വേണ്ടിയുള്ള തൊഴിലെടുത്ത് ഭാര്യയെയും കൂട്ടിയിട്ട് വീണ്ടും റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം യാത്ര തന്നെയാണ്. 10 കൊല്ലം മദിയനിൽ കഴിഞ്ഞിട്ട് ഇനി അവിടുന്ന് മദിയനിൽ നിന്ന് എങ്ങോട്ട് തന്നെ വരികയാണ്? ഇനി
ഈജിപ്തിലേക്ക് മൂസ അലൈഹിസ്സലാം വരികയാണ്. ആ വരുമ്പോൾ കൂടെ ആരാ ഉള്ളത്? ഭാര്യയുണ്ട്. ആ സമയത്താണ് ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള നടത്താണ്. അങ്ങോട്ട് പോകുമ്പോൾ ആരുമില്ല, അങ്ങോട്ട് വരുമ്പോൾ കൂടെ ഭാര്യയുണ്ട്. അങ്ങനെ നടന്നു വഴിതെറ്റി നല്ല ഇരുട്ടുമാണ്, കഠിനമായ തണുപ്പുമാണ്. കഠിനമായ തണുപ്പുള്ള രാത്രിയാണ്, നല്ല ഇരുട്ടുമാണ്, വഴിയും തെറ്റി. അതൊക്കെ എവിടുന്ന് മനസ്സിലായി? ഈ ആയത്തുകളെന്നതൊക്കെ മനസ്സിലാവും. ഈ ആയത്തിൻ്റെ പ്രതിപാദനങ്ങളിൽ നിന്ന് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇത് കാല മൂസാ ലി അഹ്ലിഹി, മൂസാ അലൈഹിസ്സലാം തൻ്റെ ഭാര്യയോട് പറഞ്ഞ സന്ദർഭം. ഇന്നീ നിശ്ചയമായും ഞാൻ ആനസ്തു ഞാൻ കണ്ടിരിക്കുന്നു, നാറൻ ഒരു തീ കണ്ടിരിക്കുന്നു. അങ്ങനെ ആ തീ കണ്ടയിടത്തേക്ക് മൂസാ അലൈഹിസ്സലാം പോകുന്ന ഭാഗങ്ങളാണ് തുടർന്നുകൊണ്ട് പറയുന്നത്.